ഇതാണ് കളക്ടറുടെ ഉത്തരവ്. ഈ ഉത്തരവ് കാണുമ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? അപ്പോൾ ഇത് മുക്കുന്ന ആളുകൾ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. അവര് ആ മര്യാദ കാണിച്ചിട്ട് പ്രശ്നമൊക്കെ അവസാനിക്കരുത്, വേണ്ട. അപ്പം ഇവർക്ക് വിമർശിക്കാൻ വേണ്ടി ഒരു സാധനം അവർക്കുണ്ടാകണം. അവരത് ചെയ്യാതെ വെച്ചു. 10 കൊല്ലക്കാലം ഇതിന് മുക്കിയതിൻ്റെ ഉത്തരവാദിത്വം അവർക്കല്ലേ? 10 കൊല്ലം. ആ 10 കൊല്ലം ഇതിനകത്ത് ഉണ്ടായിരുന്ന പണം പോലും കൊടുക്കാതെ പിടിച്ചു വെച്ച് ഊരാളുകളിൽ കൊടുക്കണം എന്നുള്ള വാശി വെച്ച് അതിനു വേണ്ടി നടത്തിയ സർക്കസിൻ്റെ ഒരു പരിണിത രൂപമല്ലേ ഇത്? അതങ്ങനെ ചെയ്യാമോ? അതങ്ങനെ അങ്ങോട്ട് പോകട്ടെ, ഏതായാലും ഇതിനോട് കൂടിയൊക്കെ തീരുമല്ലോ. അത് എഴുതി കൊടുത്ത ഇത് എഴുതി കൊടുക്കാത്ത പ്രേരിപ്പിച്ച അന്നത്തെ നമ്മളുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചട്ടം പൊട്ടനെ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കും. അതാണ്, അത് തിരിച്ചാണ്. പൊട്ടനെ ചട്ടം ചതിച്ച ചട്ടനെ ദൈവം ചതിക്കും. അതുകൊണ്ട് അത് പോട്ടെ, നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് നോക്കിയാൽ മതി. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് എൻ്റെ വാക്ക്. അത് നമ്മൾ ഈ ഗവൺമെൻറ് പോയാൽ നിശ്ചയമായിട്ടും നമ്മളിത് പുതിയ രൂപത്തിൽ എയർ കണ്ടീഷൻഡാക്കി. ഇവിടെ തൃശ്ശൂർ എയർ കണ്ടീഷൻഡാണ്, ഇവിടെ അതില്ല, എയർ കണ്ടീഷൻഡായി. അതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടെ തീർത്ത് നമ്മൾ ജനങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ച് അപ്ഡേറ്റ് ചെയ്ത് ജനങ്ങൾക്കായി അത് തുറന്നു കൊടുക്കും. ഏത് തലമുറയ്ക്കും ഇത് വലിയൊരു കാഴ്ച വസ്തുവായി കോട്ടയം പട്ടണത്തിലുണ്ടാവും. ജനങ്ങൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക്, അവർക്കൊരു കാഴ്ച വസ്തുവായി അത് അവിടെ ഉണ്ടാകും. അതാണ് നമ്മുടെ ലക്ഷ്യം.